ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും മറ്റൊരു എഡ്യൂക്കേഷണൽ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്, ഞാൻ എൻ്റെ ചാനലിൽ ഇതിനു മുന്നേ നമുക്ക് മാർക്കറ്റിന്റെ ഓപ്പണിങ്ങിൽ ഒരു ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ട് എന്ന് പറഞ്ഞൊരു സ്ട്രാറ്റജി വെച്ചിട്ട് നമുക്ക് കോൾ ഓപ്ഷൻ അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന സ്ട്രാറ്റജിയെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പം ഞാൻ ആ സ്ട്രാറ്റജി അതൊരു പ്ലേലിസ്റ്റ് ആയിട്ട് ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചില ആൾക്കാർ അത് കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ദയവായിട്ട് ആ ഒരു പ്ലേലിസ്റ്റ്, അതായത് ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ട്, അപ്പം ഞാൻ ആ ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജിയും അതുകൂടാതെ ആ സ്ട്രാറ്റജി പല ദിവസങ്ങളിലും അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ട്രേഡ് എടുക്കാമായിരുന്നുള്ളത് കൂടെ ഞാൻ ആ ദിവസങ്ങളിലെ ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ടിന്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അനേക ദിവസങ്ങളിൽ സെയിം സ്ട്രാറ്റജി എങ്ങനെ വർക്ക്ഔട്ട് ആവുന്നു എന്നുള്ളത് നിങ്ങൾ കണ്ട് കഴിയുമ്പോഴത്തേനെ നിങ്ങൾക്ക് ആ ഒരു സ്ട്രാറ്റജി കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ട് ദയവായിട്ട് ആ സ്ട്രാറ്റജി എന്താണെന്നും ആ സ്ട്രാറ്റജി വെച്ചിട്ട് എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നതെന്നുള്ളതൊന്നും ആ ദിവസങ്ങളിലെ വീഡിയോസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ദയവായിട്ട് ആ വീഡിയോസ് മുഴുവൻ കാണുക. അപ്പം ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ഈ ഒരു സെയിം ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ട് വെച്ചിട്ട് നമുക്ക് എങ്ങനെ എൻട്രി എടുക്കാമായിരുന്നുള്ളതാണ് നമ്മളിപ്പം ഇന്നിപ്പം ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇന്നും ഏപ്രിൽ 17 വ്യാഴാഴ്ച ദിവസം ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ ആയിരുന്നു. അപ്പൊ ഇന്ന് മാർക്കറ്റിൽ ട്രേഡ് ചെയ്തുള്ള ആൾക്കാർക്ക് അറിയാം, ഇന്ന് നിഫ്റ്റിയിൽ ഒരു 11 മണിക്ക് ശേഷം ഒരു വൺ വേ അപ് ട്രെൻഡ് ആയിരുന്നു. അതായത് ഒരു കറക്ഷൻ ഒന്നും ഇല്ലാതെ നിഫ്റ്റി ഒരു വൺ വേ ഡയറക്ഷനിൽ നമുക്ക് പിടിതരാതെ ഒരൊറ്റ പോക്കുമായിരുന്നു. അപ്പം ഇന്ന് നമുക്ക് നമ്മുടെ ഈ ഒരു സ്ട്രാറ്റജി വർക്കൗട്ട് ആയോ ഇല്ലയോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമുക്ക് ആ സ്ട്രാറ്റജി വെച്ചിട്ട് നമുക്ക് എങ്ങനെ എൻട്രി എടുക്കാമായിരുന്നുള്ളതാണ് നമ്മളിപ്പം ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, നിഫ്റ്റി കഴിഞ്ഞ 2 ദിവസമായിട്ട്, അതായത് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് നിഫ്റ്റിയുടെ 5 മിനിറ്റ് ചാർട്ടാണ്. അതായത് ഇപ്പം നിഫ്റ്റിയുടെ ഏപ്രിൽ 15 നിങ്ങൾ ഓപ്പണിംഗ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എൻറ്റയർ ഡേ നിഫ്റ്റി അന്നത്തെ ദിവസം ആ ഓപ്പൺ 5 മിനിറ്റ് ക്യാൻഡലിനകത്താണ് നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അന്നത്തെ ദിവസം നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് മാർക്കറ്റ് തന്നില്ല. അതായത് ഇൻസൈഡ് ബാർ ഫോർമേഷൻ നടന്നു, ഓപ്പണിംഗിൽ മാർക്കറ്റിൽ ഇൻസൈഡ് ബാറിന്റെ ഫോർമേഷൻ നടന്നു, പക്ഷെ നമുക്കൊരു എൻട്രി ട്രിഗർ ആയിട്ടില്ല. അപ്പം അതിനുശേഷം അടുത്ത ദിവസം, അതായത് ഏപ്രിൽ 16 ബുധനാഴ്ച, ഇന്നലത്തെ ദിവസവും ഇതുപോലെ തന്നെ മാർക്കറ്റ് ആ റേഞ്ചിനകത്ത് തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് കുറെ നേരം അതിനകത്ത് തന്നെ വീണ്ടും, അതായത് നിങ്ങൾ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതായത് അവിടെയും ഓപ്പൺ 5 മിനിറ്റ് ക്യാൻഡലിനകത്ത് തന്നെയാണ് ഏകദേശം കുറെ നേരം നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഒരു 3:45 ആയപ്പോഴത്തേനും ഷാർപ്പായിട്ട് ഒരു ലെവലിൽ നിന്ന്, അതായത് ബൗൺസ് ചെയ്തു. അതിനുശേഷം ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ ഡേയിൽ മാർക്കറ്റ് ആ ഡേ ഹൈക്ക് അടുത്ത് തന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്തു. പക്ഷെ നിങ്ങൾ ബാങ്ക് നിഫ്റ്റി നോക്കി കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി 2 ദിവസമായിട്ട് ഭയങ്കര ട്രെൻഡിങ്ങിലായിരുന്നു. ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട്. അപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞ ഡേറ്റുകളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഒരു അപ് ട്രെൻഡിൽ, അതായത് എൻഡ് ഓഫ് ദ ഡേയില് ഡേ ഹൈക്ക് എടുത്ത് ക്ലോസ് ചെയ്യുന്നു, തൊട്ടടുത്ത ദിവസം വീണ്ടും ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്യുന്നു, അതിന്റെ തലേദിവസത്തെ ഹൈക്ക് മുകളിൽ ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്ത് സസ്റ്റെയിൻ ചെയ്തിട്ട് വീണ്ടും മാർക്കറ്റ് കയറി, ബാങ്ക് നിഫ്റ്റി കയറി പോകുന്നു. ഇന്നും ഇതുപോലെ തന്നെ PDH മുകളിൽ ഓപ്പൺ ചെയ്തിട്ട്, അതായത് നിങ്ങൾ ഇവിടെ കണ്ടാൽ മനസ്സിലാവും, അതായത് നിഫ്റ്റിയുടെ ഒരു പാറ്റേൺ അല്ലായിരുന്നു ബാങ്ക് നിഫ്റ്റിക്ക്. ബാങ്ക് നിഫ്റ്റി ഭയങ്കര ബുള്ളിഷ് ആയിരുന്നു കഴിഞ്ഞ 2 ദിവസം. അപ്പം ഇന്ന് ഈ ഒരു ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്ട്രാ ബുള്ളിഷ്നെസ് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നിഫ്റ്റിയിൽ ഇന്ന് ഒരു 11 മണി ആയപ്പോഴത്തേനും ഒരു ഷാർപ്പായിട്ട്, അതായത് നിഫ്റ്റി ഇതുപോലെ ഇന്നലത്തെ ആ ഒരു റേഞ്ചിനകത്തൊക്കെ തന്നെ നിഫ്റ്റി വീണ്ടും പെട്ട് കിടക്കുമായിരുന്നു. അപ്പം അത് ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രോങ് മൂവ്മെന്റ് കാരണം നിഫ്റ്റിയിൽ നിന്ന് ഷാർപ്പായിട്ടുള്ളൊരു ബ്രേക്ക്ഔട്ടാണ്. എപ്പോഴും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അതായത് എപ്പോഴും ഒരു നാരോ റേഞ്ച്, ഇപ്പം ഞാനിപ്പം മുമ്പ് പറഞ്ഞ പോലെ ഓപ്പൺ 5 മിനിറ്റ് ക്യാൻഡലിന്റെ റേഞ്ചിനകത്ത് കടന്ന് കളിക്കുമായിരുന്നു 2 ദിവസം. അതിനുശേഷം ആ റേഞ്ചിൽ നിന്ന് ബ്രേക്ക്ഔട്ട് ചെയ്ത് ഇന്നലെ, അതിനുശേഷം ഇന്ന് നിഫ്റ്റി ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇന്നലത്തെ ക്ലോസിന് താഴെയായിട്ട് ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും ഈ റേഞ്ചിനകത്ത് തന്നെ മാർക്കറ്റ് വന്നു. അപ്പം ഇന്ന് രാവിലെ സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെവൽ വന്നപ്പോഴത്തേനും ഇവിടെ ഒരു ചെറിയ സപ്പോർട്ട് എടുത്തിട്ട് നിഫ്റ്റി ഇവിടുന്ന് ബൗൺസ് ചെയ്തു. അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് എപ്പോഴും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, പ്രൈസ് ആക്ഷൻ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയത് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് മറ്റൊരു ഇൻഡിക്കേറ്റർ ഒന്നുമില്ല നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. അതായത് ഇന്നലെ ഷാർപ്പായിട്ട് ഒരു ബൈങ് നടന്ന ലെവലായിരുന്നു ഇത്. അപ്പം ആ ലെവല് വീണ്ടും വന്നപ്പോഴത്തേനും നമുക്ക് അവിടെ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടി. അതായത് വീണ്ടും ആ ലെവലിൽ നിന്ന് ഒരു ഷാർപ്പായിട്ടുള്ളൊരു ബൈ അവിടെ വന്നു. അപ്പം ഈ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഈ ലെവലിൽ നിന്ന് മൾട്ടിപ്പിൾ ടൈംസ് ബൈങ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങളിവിടെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ബൈങ് വന്നു, പിന്നെ അടുത്ത ദിവസം വീണ്ടും ആ ലെവലിൽ നിന്ന് തന്നെ വീണ്ടും ബൈങ് വന്നു,
അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ ലെവൽ വന്നപ്പോഴത്തേനും അവിടെ നിന്ന് വീണ്ടും ബൈങ് വന്നു. ഇന്നലെ വീണ്ടും ആ ലെവൽ വന്നപ്പോഴത്തേനും അവിടുന്ന് ഈ ഒരു റെസിസ്റ്റൻസ് ലെവലുകൾ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് നിഫ്റ്റി മേളിലോട്ട് പോയി. അപ്പം നമുക്കറിയാം, അപ്പം ഈ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് ചെയ്യാൻ മാർക്കറ്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ലെവലുകളൊട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുമില്ല. അപ്പൊ നിഫ്റ്റി ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഒരു സപ്പോർട്ട് ലെവൽ എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് ഒരിക്കലും ഈ ലെവലുകൾ ബ്രേക്ക് ഡൗൺ ചെയ്യാതെ ഒരിക്കലും നമുക്ക് പുട്ട് സൈഡിലോട്ട് നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാനേ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ആസ് ലോങ് ആസ് നമുക്ക് ഈ ലെവലുകൾ ബ്രേക്ക് ചെയ്യാത്തടത്തോളം സമയം നിങ്ങൾ മുകളിൽ ഓപ്പൺ ചെയ്താലും എന്നിട്ട് താഴോട്ട് വന്നാലും നിങ്ങൾ പുട്ട് സൈഡിലോട്ട് നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഇൻസൈഡ് ബാർ ബ്രേക്ക് ഔട്ട് എങ്ങനെ ഇന്നത്തെ ദിവസം നമുക്ക് ഉപയോഗിച്ച് നമുക്ക് നിഫ്റ്റിയിൽ എൻട്രി എടുക്കാമായിരുന്നു എന്നുള്ളതാണ് ഞാനിപ്പം ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇൻസൈഡ് ബാർ ബ്രേക്ക് ഔട്ടിന്റെ ഒരു സ്ട്രാറ്റജി പ്ലേലിസ്റ്റിനകത്ത് സ്ട്രാറ്റജി വീഡിയോ ഉണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഈ വീഡിയോക്ക് അതൊന്നും കൂടെ ഞാൻ ജസ്റ്റ് അതിന്റെ റൂൾസ് ഒന്നുകൂടെ റിക്കാപ്പ് ചെയ്യാം. അപ്പം നമ്മൾ ഈ ഇൻസൈഡ് ബാർ ബ്രേക്ക് ഔട്ട് വെച്ചിട്ട് നമുക്ക് കോൾ ഓപ്ഷന്റെ ബൈയുടെ കണ്ടീഷൻസ് ആണ് ഞാനിപ്പം ഈ വീഡിയോയിൽ. അപ്പം ഇന്നിപ്പം നമുക്ക് കോൾ സൈഡിലോട്ടായിരുന്നു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ ഇൻസൈഡ് ബാർ ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജിയുടെ ഈ റൂൾസിനകത്ത് ഞാനിപ്പം കോൾ ഓപ്ഷൻ ബൈ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇൻസൈഡ് ബാർ ബ്രേക്ക് ഔട്ട് വെച്ചിട്ട്. അപ്പം അതിന് നമുക്ക് വേണ്ട കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ഇൻസൈഡ് ബാർ മസ്റ്റ് ബി ഫോംഡ് എബോവ് എ സ്ട്രോങ് സപ്പോർട്ട്. അപ്പൊ നമുക്ക് ഒരു കോൾ ഓപ്ഷൻ ആണ് നമുക്ക് മേടിക്കുന്നതെങ്കിൽ ഇൻസൈഡ് ബാർ ബ്രേക്ക് ഔട്ടിൽ കോൾ ഓപ്ഷൻ സൈഡ് ആണ് നമുക്ക് പോകണ്ടെങ്കിൽ എപ്പോഴും ഒരു സ്ട്രോങ് സപ്പോർട്ടിന് മുകളിലായിരിക്കണം ഇൻസൈഡ് ബാറിന്റെ ഫോർമേഷൻ. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഓപ്പണിംഗ് ഇൻസൈഡ് ബാർ ഫോർമേഷൻ ക്യാൻ ബി ഇൻ 1 മിനിറ്റ് ഓർ 5 മിനിറ്റ് ടൈം ഫ്രെയിം. അപ്പം ഓപ്പണിംഗ് ഇൻസൈഡ് ബാർ, അതായത് മാർക്കറ്റിന്റെ ഓപ്പണിംഗിൽ ഇൻസൈഡ് ബാർ ആദ്യത്തെ കണ്ടീഷൻ എന്തായിരുന്നു, ഒരു സപ്പോർട്ട്, അതായത് കോൾ ഓപ്ഷൻ ആണ് നമുക്ക് മേടിക്കുന്നതെങ്കിൽ നമുക്ക് ഒരു സപ്പോർട്ടിന് മുകളിൽ ഇൻസൈഡ് ബാർ ഫോർമേഷൻ നടക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇൻസൈഡ് ബാർ ഫോർമേഷൻ 1 മിനിറ്റിലോ അല്ലെങ്കിൽ 5 മിനിറ്റിലോ, അതായത് ഓപ്പൺ 1 മിനിറ്റ് ക്യാൻഡിലോ അല്ലെങ്കിൽ 5 മിനിറ്റിലോ. അപ്പൊ 1 മിനിറ്റ് ക്യാൻഡിലിൽ ഒരു ഇൻസൈഡ് ബാർ ഫോർമേഷൻ ഇല്ല എങ്കിൽ നിങ്ങൾ അന്നേരം ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ചാർട്ടിന് നിങ്ങൾ 5 മിനിറ്റ് ടൈം ഫ്രെയിമിലോട്ട് നമ്മൾ മാറ്റണം. അപ്പൊ 1 മിനിറ്റിലും ഓപ്പണിംഗ് ഇൻസൈഡ് ബാർ ഇല്ല, 5 മിനിറ്റിലും ഇൻസൈഡ് ബാർ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സ്ട്രാറ്റജി വർക്ക്ഔട്ട് ആകത്തില്ല, നിങ്ങളത് വിട്ടേക്കുക. അപ്പൊ നമുക്ക് വേണ്ടിയത് ഒരു സപ്പോർട്ടിന് മുകളിലായിരിക്കണം നിഫ്റ്റി നിൽക്കേണ്ടത് കോൾ ഓപ്ഷൻ മേടിക്കാനായിട്ട്. രണ്ടാമത് ഒരു ഓപ്പണിംഗ് 1 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഒരു ഇൻസൈഡ് ബാർ ഫോർമേഷൻ നമുക്ക് കിട്ടണം. ഇനിയും ഈ പറഞ്ഞ 1 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റിൽ നമുക്ക് ഓപ്പണിംഗ് ഇൻസൈഡ് ബാർ ഫോർമേഷൻ ഇപ്പം നമുക്ക് സ്പോട്ട് ചാർട്ടിൽ കിട്ടിയില്ലെങ്കിൽ അത് നിങ്ങൾ ആ സമയത്തുള്ള ഇൻ ദ മണി അല്ലെങ്കിൽ അറ്റ് ദ മണി ആയിട്ടുള്ള സ്ട്രൈക്ക് പ്രൈസിൽ കിട്ടിയാലും മതി. അതായത് ഒന്നെങ്കിൽ പ്രീമിയം ചാർട്ടിൽ, അത് ചില സമയങ്ങളിൽ സ്പോട്ട് ചാർട്ടിൽ ചിലപ്പം മറ്റേ ക്യാൻഡൽ താഴോട്ടായിരിക്കും പോയിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ ആ സമയത്ത് നമ്മൾ പ്രീമിയം ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം അവിടെ ഇൻസൈഡ് ബാർ ഫോർമേഷൻ ആയിരിക്കും. അതായത് അവിടെ മാർക്കറ്റിൽ അവിടെ ഒരു സെല്ലിങ് പ്രീമിയം ചാർട്ട് കാണത്തില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മാർക്കറ്റിന്റെ ഓപ്പണിംഗിൽ ഈ ഒരു സ്ട്രാറ്റജി വെച്ച് നിങ്ങൾക്ക് എൻട്രി എടുക്കണമെങ്കിൽ നിങ്ങൾ ദയവായിട്ട് നിങ്ങൾ മാർക്കറ്റിൽ ആ സമയത്തെ അറ്റ് ദ മണിയുടെ സ്ട്രൈക്ക് പ്രൈസും കൊണ്ട് നിങ്ങൾ ആ പാരലായിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്തിടണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രീമിയം ചാർട്ടിലും ആ സമയത്ത് മാർക്കറ്റിൽ സ്പോട്ട് ചാർട്ടിൽ ഇൻസൈഡ് ബാർ ഫോർമേഷൻ ഇല്ലെങ്കിലും പ്രീമിയം ചാർട്ടിൽ ഫോർമേഷൻ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാകാൻ പറ്റുള്ളൂ. ഇനി അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സി ബൈ ലെവൽ, അതായത് സി ഇനി എവിടെ മേടിക്കണം എന്നുള്ളതാണ്. അപ്പൊ നമുക്കിപ്പം ഇൻസൈഡ് ബാർ ഫോർമേഷൻ ഒരു സപ്പോർട്ടിന് മുകളിൽ കിട്ടി, 1 മിനിറ്റിലോ 5 മിനിറ്റിലോ ഇൻസൈഡ് ബാർ ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആണെങ്കിൽ അപ്പം സി ബൈ ചെയ്യാനുള്ള എല്ലാ ഇൻസൈഡ് ബാർ വെച്ചിട്ട് സി ബൈ ചെയ്യാനുള്ള എല്ലാ കണ്ടീഷൻസ്, പ്രാഥമികമായിട്ടുള്ള എല്ലാ കണ്ടീഷൻസ് അവിടെ നടന്നു. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മൾ എവിടെയാണ് എടുക്കേണ്ടത്, എവിടെയാണ് സി ബൈ ചെയ്യേണ്ടത്? അപ്പൊ നമുക്ക് 2 ലെവലിലാണ് നമുക്ക് സി ബൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളത്. ഒന്നെങ്കിൽ ഓപ്പണിംഗ് ഇൻസൈഡ് ബാറിന്റെ ലോയിൽ, അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് മിസ്സായി കഴിഞ്ഞാൽ ഇൻ കേസ് നിങ്ങൾക്ക് അവിടെ എടുക്കാൻ പറ്റിയില്ല എങ്കിൽ നമുക്ക് ആ ഇൻസൈഡ് ബാർ മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് ആ ഓപ്പൺ ഇൻസൈഡ് ബാർ 1 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ടൈം ഫ്രെയിമിലുള്ള ഇൻസൈഡ് ബാറിന്റെ ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് ആ ഹൈയുടെ റീടെസ്റ്റ് വരുമ്പോഴത്തേനാണ് നമുക്ക് എൻട്രി എടുക്കേണ്ടത്. അപ്പൊ ഞാൻ അന്നേരം ഇന്ന് നമുക്ക് ഈ ഒരു കണ്ടീഷൻസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ എൻട്രി എടുക്കാമായിരുന്നുള്ള നമുക്ക് നോക്കി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും, അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് ദയവായിട്ട് ഈ വീഡിയോ നിങ്ങൾ കുറച്ച് ലെങ്തി ആയിരിക്കും, എന്നാൽ നിങ്ങൾക്ക് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ദയവായിട്ട് ചാനൽ മറ്റേ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ദയവായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ചിലപ്പം അല്ലെങ്കിൽ എന്റെ ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് പ്രൈസ് ആക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഒത്തിരി വീഡിയോസ് മിസ്സാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ. അതുകൊണ്ട് നിങ്ങൾ ഞാൻ എന്റെ വീഡിയോസ് ചിലപ്പം ഒരു 3-4 കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ അത്രയും സമയം നിങ്ങൾക്ക് വെറുതെ മിസ്സായി പോകും. അപ്പൊ അതുകൊണ്ട് ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അതുകൂടാതെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് ഈ സ്ട്രാറ്റജി വെച്ചിട്ട് എങ്ങനെയായിരുന്നു നമുക്ക് ഇന്ന് എൻട്രി എടുക്കാൻ പറ്റുക നമുക്ക് നോക്കാം.
അപ്പൊ ഇന്ന് നമുക്കറിയാം, ഇന്ന് നിഫ്റ്റി അതായത് നിഫ്റ്റി ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ പോലത്തെ ആ ഒരു സ്ട്രോങ് സപ്പോർട്ടിന് മുകളിൽ ഓപ്പൺ ചെയ്തു. പക്ഷെ ഇന്നലത്തെ ക്ലോസിങ്ങിന് താഴെയാണ്. അപ്പം ഓപ്പണിംഗിൽ ഒരു സെല്ലിംഗ് വന്നു. അപ്പം ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി പറഞ്ഞാൽ നമുക്ക് ഇന്നലത്തെ ഞാനിപ്പോ പറഞ്ഞ പോലെ ഇന്നലെ സ്ട്രോങ് ആയിട്ട് ബൈ നടന്ന ആ ലെവൽ, അതായത് ഈ ലെവൽ സ്ട്രോങ് ആയിട്ട് ബയേഴ്സ് പ്രസന്റ് ആയിട്ടുള്ള ലെവലിൽ വന്നപ്പോഴത്തേനും, അതായത് ഓപ്പണിംഗിൽ ഒരു സെല്ലിംഗ് നടന്നെങ്കിലും ആ എക്സാക്ട്ലി സ്ട്രോങ് ബൈ നടന്ന ലെവൽ വന്നപ്പോഴത്തേനും അവിടുന്ന് ഷാർപ്പായിട്ട് ബൗൺസ് വന്നു. അതിനുശേഷം ഓപ്പൺ 5 മിനിറ്റ് ക്യാൻഡലിന്റെ ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്തു. അപ്പം ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ ഞാനിപ്പോ എന്റെ പറഞ്ഞ കണ്ടീഷൻ വെച്ചിട്ട്, അതായത് നിഫ്റ്റി ഓപ്പണിംഗിൽ അല്ലെങ്കിൽ സപ്പോർട്ട് എടുത്തിരിക്കുന്നത് ഒരു സപ്പോർട്ട് ലെവൽ മുകളിൽ നിൽക്കുകയാണ്. അതായത് നമ്മുടെ ഓപ്പൺ ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ടിന്റെ ഫസ്റ്റ് കണ്ടീഷൻ, അതായത് സപ്പോർട്ടിന് മുകളിലായിരിക്കണം ഇൻസൈഡ് ബാർ ഫോർമേഷൻ എന്ന് ഞാൻ പറഞ്ഞു. അത് 1 മിനിറ്റിലോ 5 മിനിറ്റിലോ ആവണമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇവിടെ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് കണ്ടീഷൻസ്, അതായത് സപ്പോർട്ടിന് മുകളിലാണ് നിഫ്റ്റി നിൽക്കുന്നത്, അത് ശരിയാണ്. സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടിന് മുകളിലാണ് സ്റ്റിൽ നിഫ്റ്റി നിൽക്കുന്നത് ഓപ്പണിംഗിൽ. പക്ഷേ നിങ്ങൾ ഇവിടെ 5 മിനിറ്റിൽ, ഇത് 5 മിനിറ്റ് ചാർട്ടാണ്. അപ്പൊ 5 മിനിറ്റിൽ ഒരു ഇൻസൈഡ് ബാർ ഫോർമേഷൻ, ഇപ്പൊ നമ്മൾ 1 മിനിറ്റിലോട്ട് മാറ്റി നോക്കാം. 1 മിനിറ്റിൽ ഉണ്ടായിരുന്നു, നമുക്ക് നോക്കാം. അപ്പം ഇവിടെ 1 മിനിറ്റിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇതാണ് 1 മിനിറ്റ് ചാർട്ടാണ്. 1 മിനിറ്റിൽ സബ്സീക്വന്റ് ക്യാൻഡിൽസ് ഇതിനകത്ത് ഫോം ചെയ്തത്. അപ്പൊ 1 മിനിറ്റിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇൻസൈഡ് ബാർ ഫോർമേഷൻ ഉണ്ട് ഇവിടെ. അത് ബ്രേക്ക് ഡൗൺ ചെയ്തു. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ അപ്പൊ നമ്മളിപ്പോ ഒരു സപ്പോർട്ടിൽ നിൽക്കുമ്പോഴത്തേനും ഒരിക്കലും നമ്മൾ ഒരു പുട്ട് സൈഡിലോട്ട് നമ്മൾ രണ്ട് പ്ലാൻ ചെയ്തില്ല. സപ്പോസ് ഇപ്പം ഇതൊരു സപ്പോർട്ടിന് താഴെ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസിന് അടുത്തായിരുന്നെങ്കിൽ, റെസിസ്റ്റൻസിന് താഴെ ആയിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ ഒരു പുട്ട് സൈഡിലോട്ട് നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാം, ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ട് പുട്ടിന്റെ. പക്ഷെ നമ്മൾ ആസ് ലോങ് ആസ് ഇവിടെ ഒരു സ്ട്രോങ് ബൈ ലെവൽ തൊട്ട് താഴെ ഉള്ളതുകൊണ്ട് ഇവിടെ ഇൻസൈഡ് ബാർ താഴത്തെ, അതായത് ഓപ്പണിംഗ് 1 മിനിറ്റിന്റെ ലോ ബ്രേക്ക് ഡൗൺ ചെയ്തു. അപ്പൊ അവിടെ നിങ്ങൾ ചോദിക്കാം ഇവിടെ പുട്ട് മേടിക്കത്തില്ല എന്നുള്ളത്. പക്ഷെ ഇവിടെ നമുക്ക് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സ്ട്രോങ് സപ്പോർട്ടിന് മുകളിൽ നിൽക്കുന്നിടത്തോളം സമയം നമ്മൾ ഒരിക്കലും നമ്മൾ പുട്ട് സൈഡിലോട്ട് നമ്മൾ രണ്ട് പ്ലാൻ ചെയ്യത്തേ ഇല്ല. അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം അതിനുശേഷം മാർക്കറ്റ് ഇവിടെ നിന്ന് ആ ഒരു സ്ട്രോങ് സപ്പോർട്ട് ചെയ്യുന്ന ഫസ്റ്റ് ബൗൺസിങ് നടത്തി. അപ്പം മാർക്കറ്റ് ഈ ഒരു ലെവല് ബയേഴ്സ് സ്ട്രോങ്ലി ആക്റ്റീവ് ആണ്, ഇവിടെ മാർക്കറ്റ് ബുള്ളിഷ് ആണെന്നുള്ള ഫസ്റ്റ് ഇൻഡിക്കേഷൻ നമുക്ക് കിട്ടി. അപ്പൊ നമ്മൾ പുട്ടിലോട്ട് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലെവല് ബ്രേക്ക് ഡൗൺ ചെയ്യാതെ ഒരിക്കലും നമ്മൾ പുട്ട് സൈഡിലോട്ട് എൻട്രി ഇന്നില്ല. അത് നിങ്ങൾ ക്ലാരിറ്റി വരുത്തുക. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും ഇന്നലത്തെ PDs, അതായത് ഇന്നലത്തെ ക്ലോസിന് വന്നപ്പോഴത്തേന് അവിടുന്ന് വീണ്ടും ഒരു ഷാർപ്പ് സെല്ലിംഗ് വന്നു. അതിനുശേഷം മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന 1 മിനിറ്റ് ഇൻസൈഡ് ബാർ ക്യാൻഡിലിന്റെ ലോയിൽ വന്നപ്പോഴത്തേനും അവിടെ സപ്പോർട്ട് എടുത്തു. വീണ്ടും അവിടെ നിന്നൊരു ബൗൺസ് നടന്നു. അതിനുശേഷം 11 മണി ആയപ്പോഴത്തേനും കൂടെ കാണാൻ പറ്റും, ഏകദേശം ഒരു 11 മണി 5 മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേനും ഇവിടുന്ന് ഒരു സ്ട്രോങ് റൈസ് ആണ്, അതായത് സ്ട്രോങ് റാലി, 1 വേ റാലി. ശരിക്കും പറഞ്ഞാൽ എനിക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ഇവിടെ മിസ്സായി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാനൊരു ഇന്നലത്തെ ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്തിട്ട് ഒരു റീടെസ്റ്റ് ആയിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്, പക്ഷെ എനിക്കത് കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ദിവസങ്ങൾ ഇതൊക്കെയാണ് നമുക്ക്. അതായത് ഇന്നിപ്പം ഞാൻ 23,500ന്റെ ഞാൻ ഈ ഒരു സ്ട്രോങ് സപ്പോർട്ട് വന്നപ്പോൾ ഞാൻ മേടിച്ച ആളാണ്. അതായത് ഞാൻ 8 രൂപയ്ക്ക് അങ്ങോട്ട് മേടിച്ച് ഞാൻ 25 രൂപയ്ക്ക് ഞാൻ കവർ ചെയ്തു. അതിനുശേഷം ഇവിടെ വന്നപ്പോഴത്തേനും, അതായത് 11/5-ന് 23,500ന്റെ സിയുടെ പ്രൈസ് 16 രൂപയായിരുന്നു. അപ്പം ആ 16 രൂപയെന്ന് പിന്നെ ഒരു 1 വേ റൈസ് കാരണം ഇന്ന് മാർക്കറ്റ് 3:30-ക്ക് ക്ലോസ് ചെയ്തപ്പോഴത്തേന് ഞാൻ 25 രൂപയ്ക്ക് കവർ ചെയ്ത സിയുടെ പ്രൈസ് 350 രൂപയായിരുന്നു. അതായത് ഏകദേശം 325 പോയിന്റ്സ് പ്രീമിയത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. അപ്പം ഇത് നമ്മളതിനകത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. ഇത് ട്രേഡിങ്ങിന്റെ ഭാഗമാണ്. നമുക്ക് എങ്ങനത്തെ ഓപ്പർച്യൂണിറ്റികളൊക്കെ നമുക്ക് മിസ്സാകും, ഫുൾ പോയിന്റ്സ് നമ്മൾ ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് ഗ്രാജുവലി നമ്മൾ ഇതിനൊക്കെയാണ് ഇതുകൊണ്ടാണ് പറയുന്നത്, നമുക്ക് മാർക്കറ്റിൽ ട്രേഡിങ്ങിൽ നമുക്ക് 2, 3, 4 കൊല്ലം നമ്മൾ എക്സ്പീരിയൻസ് കൂടും തോറും നമുക്ക് കുറച്ചുകൂടെ നമുക്ക് കൺവിക്ഷനോടുകൂടി നമുക്ക് കുറച്ചുകൂടി ധൈര്യമായിട്ടൊക്കെ നമുക്ക് എൻട്രി എടുക്കാം, പൊസിഷൻസ് ഒക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ തുടക്കത്തിൽ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ട് ട്രേഡ് എടുക്കരുത്. അപ്പൊ നിങ്ങൾക്ക് റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് കിട്ടിയാൽ തീർച്ചയായിട്ടും പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറണം. അപ്പൊ ഇങ്ങനത്തെ ഒരു നിരാശയോ, അതായത് ഫിയറും ഗ്രീഡുമാണ് ഒരു ട്രേഡറുടെ ഏറ്റവും വലിയ ശാപം. അതുകൊണ്ട് ഇതിനെയൊക്കെ നമുക്ക് മറികടക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ നമുക്ക് ട്രേഡിംഗ് വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതൊരു ട്രേഡിങ്ങിന്റെ ഒരു ഭാഗമാണ്. നമുക്ക് ചിലപ്പോൾ കിട്ടേണ്ട പ്രോഫിറ്റുകൾ നമുക്ക് കിട്ടത്തില്ല, ചിലപ്പോൾ എൻട്രീസ് മിസ്സാവും. അപ്പൊ ഇതൊക്കെ നമ്മൾ ആ ഒരു പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക. അപ്പം ഞാൻ ഇപ്പം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ഇവിടെ ഈ ഒരു സമയത്ത് എൻട്രി എടുക്കാമായിരുന്നു എന്നുള്ളതാണ്. എനിക്ക് ഇവിടെ മിസ്സായി, പക്ഷെ എന്നാൽ പോലും ഇത് എനിക്കും കൂടെ കൂടുതൽ മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോൾ ഇത് ചെയ്യുന്നത്.
ഇപ്പൊ നിഫ്റ്റിയിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നിഫ്റ്റിയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻസൈഡ് ബാർ ഫോർമേഷൻ ഇല്ലായിരുന്നു നമുക്ക് എൻട്രി എടുക്കാനായിട്ട്. പക്ഷേ നമ്മൾ ബാങ്ക് നിഫ്റ്റിയും കൂടെ നോക്കിയിരുന്നെങ്കിൽ ഇപ്പൊ നമുക്കറിയാം നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് ബാങ്കിങ് സ്റ്റോക്കുകൾക്കാണ്. അപ്പം നിഫ്റ്റിയെ ശരിക്കും പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ലിഫ്റ്റ് ചെയ്യാനും താഴോട്ട് കൊണ്ടുപോകാനൊക്കെ ബാങ്ക് നിഫ്റ്റിക്ക് ഈസിലി പറ്റും. ഇപ്പൊ നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കിയാലും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ബാങ്ക് നിഫ്റ്റി ക്ലിയർ അപ് ട്രെൻഡിലായിരുന്നു. അതായത് ഇത് കണ്ടോ, നിഫ്റ്റിയുടെ പോലല്ല ബാങ്ക് നിഫ്റ്റിയുടെ പോക്ക്. അതായത് ഈ കഴിഞ്ഞ 3 ദിവസം, അതായത് കഴിഞ്ഞ 2 ദിവസമായിട്ട് ബാങ്ക് നിഫ്റ്റി ക്ലിയർ അപ് ട്രെൻഡ്. അപ്പം അത് തന്നെയാണ് ഇന്ന് നിഫ്റ്റിയിലും ഇതുപോലെ ഷാർപ്പായിട്ടുള്ള, അതായത് നിഫ്റ്റി ഇന്ന് ഒരു ബിയറിഷ് ആയിട്ടാണ് ഓപ്പൺ ചെയ്തതെങ്കിലും ബാങ്ക് നിഫ്റ്റിയിൽ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ബാങ്ക് നിഫ്റ്റിയിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ട് സംഭവിച്ചത്. ഞാൻ നിഫ്റ്റിയുടെ കണ്ടീഷൻസ് ഞാൻ ജസ്റ്റ്, അതായത് ഇതൊന്ന് കോപ്പി ചെയ്യാം ഇങ്ങോട്ട്. അതായത് നമുക്ക് നിഫ്റ്റിയിൽ നമുക്കൊരു ഇൻസൈഡ് ബാർ ഫോർമേഷൻ ഇല്ലായിരുന്നെങ്കിലും നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇൻസൈഡ് ബാറിന്റെ ഒരു ബ്രേക്ക്ഔട്ട് നമുക്ക് കിട്ടിയത്. പക്ഷെ ആ ബാങ്ക് നിഫ്റ്റിയിൽ ആ ബ്രേക്ക്ഔട്ട് കിട്ടിയ സമയത്ത് അത് വെച്ചിട്ട് നമുക്ക് നിഫ്റ്റിയിൽ എടുക്കാമായിരുന്നു. അപ്പൊ അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിഫ്റ്റിയിൽ നമുക്ക് എങ്ങനെ ബാങ്ക് നിഫ്റ്റിയിൽ ഇൻസൈഡ് ബാർ സ്ട്രാറ്റജി വെച്ചിട്ട് നമുക്ക് എങ്ങനെ എടുക്കാമായിരുന്നുള്ളതാണ് ഞാൻ ഇപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇതിനു മുന്നേ ഡിസ്കസ് ചെയ്ത വീഡിയോകളിലെല്ലാം നിഫ്റ്റിയുടെ തന്നെ ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ട് വെച്ചിട്ടായിരുന്നു നമ്മൾ എൻട്രി എടുത്തിരുന്നെങ്കിൽ, ഇന്ന് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ട് വെച്ചിട്ട് എങ്ങനെ എടുക്കാമായിരുന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ എല്ലാ വീഡിയോസും നിങ്ങൾ കാണണം. അതായത് പല ദിവസങ്ങളിലെ ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ടുകളും പല രീതിയിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പല ദിവസങ്ങളിൽ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഐഡിയ കിട്ടും. അതുകൊണ്ട് ഇപ്പൊ ബാങ്ക് നിഫ്റ്റിയിലും ഇതുപോലെ തന്നെ എന്താ സംഭവിച്ചത്, ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഇത് 5 മിനിറ്റ് ചാർട്ട് ആണ്. ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്പൺ 5 മിനിറ്റ് ക്യാൻഡിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ആയിരുന്നു. അത് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇന്നലത്തെ ഹൈക്ക് മുകളിലാണ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം ഇന്നലത്തെ ഹൈയുടെ മുകളിൽ സപ്പോർട്ട് എടുത്തു. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് നമ്മുടെ ഇൻസൈഡ് ബാറിന്റെ കണ്ടീഷൻ എന്തായിരുന്നു, സി മേടിക്കാനുള്ള കണ്ടീഷൻ, ഓപ്പണിംഗ് ഇൻസൈഡ് ബാർ മസ്റ്റ് ബി ഫോംഡ് അബോവ് സ്ട്രോങ് സപ്പോർട്ട്. അതായത് നമുക്കറിയാം പി ഡി എച്ച് എപ്പോഴും ഒരു സ്ട്രോങ് സപ്പോർട്ടാണ്. അപ്പം അതുകൊണ്ട് ഇപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ ഇവിടെ ഓപ്പണിംഗ് ഇൻസൈഡ് ബാറിന്റെ ഫസ്റ്റ് കണ്ടീഷൻ, അതായത് 5 മിനിറ്റിൽ ഇപ്പൊ ഇവിടെ 1 മിനിറ്റിലോട്ട് മാറ്റി കഴിഞ്ഞാൽ 1 മിനിറ്റിൽ ഇവിടെ ഇൻസൈഡ് ബാർ ഉണ്ടോ നമുക്ക് നോക്കാം. അപ്പം ഇത് കണ്ടോ, നിങ്ങൾ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ 1 മിനിറ്റിൽ നമുക്ക് ഇൻസൈഡ് ബാർ അല്ല. അപ്പൊ ഞാൻ എന്താണ് റൂൾ പറഞ്ഞത്, അതായത് 1 മിനിറ്റിൽ നിങ്ങൾക്ക് ഇൻസൈഡ് ബാർ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ 5 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യണം. 5 മിനിറ്റിന്റെ ഫോർമേഷന് ശേഷം നിങ്ങൾ ചാർട്ടിനെ നിങ്ങൾ 5 മിനിറ്റ് ടൈം ഫ്രെയിമിലോട്ട് മാറ്റുക. അപ്പൊ 5 മിനിറ്റിൽ കഴിയുമ്പോഴത്തേക്കും 5 മിനിറ്റിലോട്ട് നമ്മൾ മാറ്റി കഴിഞ്ഞു. അപ്പോൾ 5 മിനിറ്റിലൂടെ മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് 5 മിനിറ്റ് കഴിഞ്ഞു. അത് 1 മിനിറ്റിൽ ഇൻസൈഡ് പെർഫോർമേഷൻ നിഫ്റ്റിയിലും ഇല്ല, മറ്റേ ബാങ്ക് നിഫ്റ്റിയിലും ഇല്ല. 5 മിനിറ്റിലോട്ട് നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ 5 മിനിറ്റ് ടൈം ഫ്രെയിമിലോട്ട് നമ്മൾ ചാർട്ടിനെ മാറ്റി. അപ്പൊ ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും വളരെ വ്യക്തമായിട്ട് ഒരു സപ്പോർട്ടിന് മുകളിൽ 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഇൻസൈഡ് ബാറിന്റെ ഫോർമേഷൻ നടന്നു കഴിഞ്ഞു. അപ്പം നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻസ് അവിടെ സാറ്റിസ്ഫൈഡ് ആയി. അതായത് സപ്പോർട്ടിന് മുകളിൽ ഇൻസൈഡ് ബാറിന്റെ ഫോർമേഷൻ 1 മിനിറ്റിലോ 5 മിനിറ്റിലോ നമുക്ക് ഫോർമേഷൻ നടന്നു. ഇനി നമുക്ക് അടുത്ത കണ്ടീഷൻ എന്താണ് വേണ്ടിയത്, നമുക്ക് സി എവിടെ മേടിക്കണം എന്നുള്ളത്. അപ്പൊ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്, അതായത് സി മേടിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ ഇൻസൈഡ് ബാറിന്റെ ലോയിൽ, അപ്പം ഇതാണ് ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ, ഒന്നെങ്കിൽ ആ ക്യാൻഡിന്റെ ലോയിൽ മേടിക്കാം, അല്ലെങ്കിൽ ഇത് ബ്രേക്ക്ഔട്ട് ചെയ്തിട്ട് അതിന്റെ റീടെസ്റ്റിലാണ്. അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് ഈ ഇൻസൈഡ് ബാറിന്റെ ലോ എന്ന് പറയുന്നത് ഇതാണ് ലോ എന്ന് പറയുന്നത്. അപ്പം ഈ ലോയിലോട്ട് വന്നേയില്ല മാർക്കറ്റ്. അപ്പൊ നിങ്ങൾക്ക് ഓക്കെ, നമുക്ക് ഇവിടെ എൻട്രി മിസ് ആയെന്ന് വിചാരിച്ചു. അതായത് ഈ ലോയില് മറ്റേ ബാങ്ക് നിഫ്റ്റി വന്നപ്പോഴത്തേനും നമുക്ക് നിഫ്റ്റിയിൽ, അപ്പം ബാങ്ക് നിഫ്റ്റി ഇവിടെ ലോയിലോട്ട് വന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഇവിടെ എൻട്രി മിസ് ആയി. ഓക്കെ, നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പം അത് കഴിഞ്ഞിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ ഇൻസൈഡ് ബാറിന്റെ ബ്രേക്ക്ഔട്ട് 9:40 5 മിനിറ്റ് ക്യാൻഡിൽ ബ്രേക്ക്ഔട്ട് സംഭവിച്ചു. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് ഇത് 11 മണി, അതായത് ഇവിടെ ഒരു 11 മണി ആയപ്പോഴത്തേനും
ഇവിടെ ഈ ഒരു ഓപ്പൺ 5 മിനിറ്റ് ക്യാൻഡലിന്റെ ഹൈയുടെ ഇൻസൈഡ് ബാറിന്റെ ഹൈയുടെ അവിടെ റീടെസ്റ്റ് നടന്നു. ഞാൻ ഇതിനെ 1 മിനിറ്റിലോട്ട് മാറ്റി കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. അതായത് ഇതാണ് 11:05 മണി ആയപ്പോഴത്തേനും 11:05 ആയപ്പോഴത്തേനും ഈ ബാങ്ക് നിഫ്റ്റിയിലെ ഓപ്പൺ 5 മിനിറ്റ് ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ട് റീടെസ്റ്റ് നടന്നു. അപ്പൊ നമ്മുടെ കണ്ടീഷൻസ് എല്ലാം ഇവിടെ സാറ്റിസ്ഫൈഡ് ആയി. ഈ ഒരു സമയത്താണ് നമുക്ക് നിഫ്റ്റിയിൽ, ഈ സെയിം ടൈമിൽ നമുക്ക് നിഫ്റ്റിയിൽ നമുക്ക് ഒരു എൻട്രി എടുക്കാമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അതായത് ഇതാണ് ഈ ഒരു സമയത്ത് 11:03 അല്ലെങ്കിൽ 5 മിനിറ്റിന് ഈ ഒരു സമയത്ത് നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ട് ആൻഡ് റീടെസ്റ്റ് കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് നിഫ്റ്റിയിൽ, അതായത് നമുക്ക് നിഫ്റ്റിയിൽ ഈ പറഞ്ഞ പോലെ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നിഫ്റ്റിയിൽ ഒരു ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ട് ഇല്ലായിരുന്നു. പക്ഷെ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ട് ആൻഡ് റീടെസ്റ്റ് കിട്ടിയത് വെച്ചിട്ട് നമുക്ക് 11 മണി ആയപ്പോഴത്തേനും നമുക്ക് ഈ നിഫ്റ്റി ഇവിടെ വന്നപ്പോഴത്തേനും നമുക്ക് ഒരു എൻട്രി നിഫ്റ്റിയിൽ ട്രിഗർ ആയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ന് ഓപ്പണിംഗ് ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ട് നിഫ്റ്റിയിൽ നമുക്ക് ഇല്ലെങ്കിലും ബാങ്ക് നിഫ്റ്റിയിലെ ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ട് ആൻഡ് റീടെസ്റ്റ് ചെയ്ത സമയം വെച്ചിട്ട് നമുക്ക് നിഫ്റ്റിയിൽ എൻട്രി എടുക്കാമായിരുന്നു. അതുകൂടാതെ നിങ്ങൾ ഇവിടെ 1-2 കണ്ടീഷൻസ്, അതായത് 1-2 സപ്പോർട്ടും കൂടെ ഉണ്ടായിരുന്നു. അതായത് നിങ്ങൾ ഇപ്പം ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുമായിരുന്നെങ്കിൽ ഇത് ക്ലിയർ ആയിട്ട് ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇത് ഫസ്റ്റ് ബൗൺസ് നടന്ന ലെവല്, വീണ്ടും ഒരു ബൗൺസ് നടന്ന ലെവല്. അപ്പൊ നമ്മളൊരു ട്രെൻഡ് ലൈൻ വരച്ചു. എക്സാക്ട്ലി ആ ലെവല് വന്ന സമയം കൂടിയാണ്. അതായത് 11:05 ആയപ്പോഴത്തേനും ബാങ്ക് നിഫ്റ്റിയുടെ ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ട് ആൻഡ് റീടെസ്റ്റ് നടന്ന സമയത്ത് നിഫ്റ്റിയിൽ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഒരു ട്രെൻഡ് ലൈനിന്റെ സപ്പോർട്ടും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ നമുക്ക് ലൈവ് മാർക്കറ്റിൽ ഇതൊക്കെ നമുക്ക് കുറെ കാലങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ചിലപ്പോൾ ആ സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ഇത് നമുക്ക് നോക്കാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ ഞാനിത് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ലൈവ് മാർക്കറ്റിൽ ഇനി ഒബ്സർവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തോടെ എൻട്രി എടുക്കാൻ പറ്റും. അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് ആ ബാങ്ക് നിഫ്റ്റിയുടെ ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ട് ആൻഡ് റീടെസ്റ്റ് വെച്ചിട്ട് നമ്മൾ 23,500 ഈ സമയത്ത് ഞാൻ കാണിച്ചു തരാം. അതായത് ഇതാണ് 23,500 നിഫ്റ്റിയുടെ ഇന്ന് എക്സ്പയർ ചെയ്ത കോൺട്രാക്ടിന്റെ ചാർട്ട്. ഇത് 5 മിനിറ്റ് ചാർട്ടാണ്. ഇതുണ്ടോ, അതായത് 11 മണി, അതായത് ഞാനിപ്പോ ഇത് 1 മിനിറ്റിലോട്ട് മാറ്റാം. ഇതുണ്ടോ, ഈ 11:05 ആയപ്പോഴത്തേനും ഇത് ഏകദേശം 17 രൂപ 18 രൂപയിൽ കിടന്ന സാധനമാണ്. അവിടെ നിന്ന് 1 വേ അപ്പൂവ്മെന്റ്, അതായത് നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു റീടെസ്റ്റ് പ്രതീക്ഷിച്ചതാണ്. പക്ഷെ ഒരിക്കലും റീടെസ്റ്റ് ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇവിടെ കിട്ടിയൊന്നുമില്ല. ഇതിന്റെ ഒരു ഹൈൽ ഇവിടെ വന്നപ്പോഴത്തെ റീടെസ്റ്റ് ഇതിനടുത്ത്, അപ്പം പ്രീമിയം അങ്ങ് കയറിപ്പോയി. പിന്നെ ഞാനത് വിട്ടു. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ നമ്മുടെ എന്റെ ഒരു ട്രേഡിംഗ് റൂൾ പ്രകാരം നമുക്ക് റീടെസ്റ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടണമായിരുന്നു. അപ്പൊ നമുക്ക് ഇവിടെ ഒരു റീടെസ്റ്റ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ ഈ ഒരു ലെവലിൽ മേടിച്ചേനെ. പക്ഷെ നമുക്കത് കിട്ടിയില്ല. അപ്പൊ നമ്മുടെ ട്രേഡിംഗ് റൂൾ പ്രകാരം നമുക്ക് ഒരു എൻട്രിയുടെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലായിരുന്നു. പക്ഷെ എന്നാൽ പോലും ഞാനിത് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു ലെവലിൽ നമുക്ക് എൻട്രി എടുക്കാമായിരുന്നു എന്നുള്ളതാണ് ഞാൻ ഡിസ്കസ് ചെയ്തത് ഈ ഒരു വീഡിയോക്കകത്ത്. അപ്പം എനിക്കും ഇതിവിടെ എടുക്കാൻ മിസ്സായി. പക്ഷെ നമുക്ക് ഈ ഒരു കാര്യങ്ങൾ നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് നമ്മുടെ ട്രേഡിങ്ങിൽ നമുക്ക് ഒബ്സർവ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ചിലപ്പോൾ 1, 2 അല്ലെങ്കിൽ 3, 4 പ്രാവശ്യം നമുക്ക് മിസ്സാകുമായിരിക്കും. പക്ഷെ പലതവണ ഒരേ കാര്യം തന്നെ നമ്മൾ നിരന്തരം നിരീക്ഷിക്കുകയും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ട്രേഡിങ്ങിൽ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് മിസ്സാകാതെ നമുക്ക് നല്ല പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇന്ന് നമുക്ക് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ 16 അല്ലെ 17, 18 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു സമയത്ത് ബാങ്ക് നിഫ്റ്റിയിൽ ഇൻസൈഡ് ബാറിന് ബ്രേക്ക്ഔട്ട് ആൻഡ് റീടെസ്റ്റ് സമയത്ത് നമ്മൾ നിഫ്റ്റിയിൽ നമുക്കൊരു എൻട്രി എടുത്തിരുന്നെങ്കിൽ 18 രൂപയ്ക്ക് മേടിച്ചൊരു അല്ലെങ്കിൽ മേടിക്കാമായിരുന്ന ഒരു കോൾ ഓപ്ഷൻ 23,500 കോൾ ഓപ്ഷൻ ഇന്ന് മാർക്കറ്റ് എൻഡ് ചെയ്ത സമയത്തും ഇത് 350 രൂപയിൽ നമ്മൾ നിൽക്കുവാണ്. എത്ര രൂപയുടെ റിസ്ക് റിവാർഡാണ് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല ഇത്രയും. അതായത് 18 രൂപയുടെ ഒരു കോൾ ഓപ്ഷൻ 350 രൂപയ്ക്ക് നമുക്ക് കവർ ചെയ്യാനൊക്കെ പറ്റുന്നൊക്കെ പറഞ്ഞാൽ വൺസ് ഇൻ എ ലൈഫ് ടൈം ആയിരിക്കും. ചിലപ്പോൾ ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി ഒക്കെ വളരെ എപ്പോഴും കിട്ടുന്നതല്ല. പക്ഷെ എന്നാൽ പോലും കിട്ടുന്ന സമയം അല്ലെങ്കിൽ ദിവസങ്ങളിൽ നമുക്കിത് ശരിക്കും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റിയാൽ നമുക്ക് മാസത്തിൽ ഒരു ട്രേഡ് മതി നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രോഫിറ്റ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയുടെ ആവശ്യം പോലും ഇല്ല.
ഇങ്ങനത്തെ ഒരൊറ്റ ട്രേഡ് മതി മാസത്തിൽ ഒന്ന്. അപ്പൊ നമ്മൾ ദയവായിട്ട് നിങ്ങൾ ഇപ്പൊ ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ടിന് എങ്ങനെ ട്രേഡ് ചെയ്യണമെന്നുള്ളതിനെ പറ്റി നിങ്ങൾ ഈ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണുക. അപ്പൊ നിങ്ങൾക്ക് പല വീഡിയോസ് നിങ്ങൾ കാണുമ്പോഴത്തേനും നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടുക ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ദയവായിട്ട് വീഡിയോ ഫുള്ള് കാണുക, ഈ പ്ലേലിസ്റ്റിലുള്ള എല്ലാ വീഡിയോസും കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ കമന്റും കൂടെ എഴുതുവാണെങ്കിൽ എനിക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ താങ്ക് യു.